നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ അവസാന ചടങ്ങുകളുടെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതോടൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങുകൾ നടക്കുകയുണ്ടായി. സ്മാരക മന്ദിരവും അതേപോലെ ലൈബ്രറിയും എല്ലാ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും എല്ലാമാണ് ഇന്നലെ നടന്നത്. മാത്രമല്ല വലിയ ഒരു സമ്മേളനവും നടക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിലെല്ലാം തുല്യതയ്ക്ക് വേണ്ടി പോരാടിയ ജനങ്ങൾക്ക് ജാതി മതങ്ങൾക്കപ്പുറം തുല്യതയ്ക്ക് വേണ്ടി പോരാടിയ ആളായിരുന്നു തന്തൈ പെരിയാർ അഥവാ ഇ വി രാമസ്വാമിയർ എന്ന് സ്റ്റാലിൻ പറയുകയുണ്ടായി. എന്നാൽ ഈ സമ്മേളനത്തിൽ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടന്നു എന്നുള്ള വിവരമാണ് ക്രൈം പുറത്തുവിടുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായി 2016 മുതൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ക്രൈം നേരത്തെ പുറത്തുവിട്ടത് ക്രൈമിന് കിട്ടിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം തമിഴ്നാട് ഗവൺമെൻറ് ഓരോ വർഷവും സീക്രട്ട് ഫണ്ടിൽ 100 കോടി രൂപ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നേതാക്കന്മാർക്ക് കൊടുക്കും. 2016 മുതൽ അത് മേടിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ്. അതിന് വ്യക്തമായ തെളിവുകളാണ് ക്രൈമിൻ്റെ കൈവശം കിട്ടിയിരുന്നത്. അത് ആണ് ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പിണറായി വിജയൻ പോലീസ് കടത്തിക്കൊണ്ടുപോയത്. എന്തിനാണ് കൊടുക്കുന്നത്? ഏകദേശം 50,000 കോടി രൂപയുടെ ലാഭമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം വഴി വിദ്യുത് ശക്തി നിർമ്മാണവും വിദ്യുത് ശക്തി ഉൽപ്പാദനവും അതേപോലെ അവിടെയുള്ള കർഷകർക്ക് വെള്ളം കിട്ടലും കുടിവെള്ളം കിട്ടലും എല്ലാമായിട്ട് തമിഴ്നാടിന് കിട്ടുന്നത്. അതിന് 100 കോടി രൂപ പ്രത്യുപകാരമായി ഇഷ്ടപ്പോലെ ചെലവാക്കാവുന്ന ഒരു ഫണ്ടായി സീക്രട്ട് ഫണ്ടിൽ എല്ലാ കാലത്തും ഓരോ കൊല്ലവും ചെലവഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയനാണ് വാങ്ങുന്നത് എന്നുള്ള കാര്യം ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ പുതിയ ഡാം പണിയുന്നതിനെ പറ്റി മിണ്ടാറില്ല. അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ചങ്ങല വലിച്ച് പറഞ്ഞത് എന്താ? ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ പഴയ ഡാം പൊളിച്ചു മാറ്റും, പുതിയ ഡാം പണിയുമെന്നാണ്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഓരോ തവണ ഈ ഡാം സുരക്ഷിതമാണ്, യാതൊരു പൊളിച്ചു മാറ്റലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ അതിനനുസരിച്ച് തമിഴ്നാടിനനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് സുപ്രീം കോടതിയിൽ ഇരു ഗവൺമെൻറ്റും കൂടെ ഒത്തുതീർപ്പാക്കി കച്ചവടം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡാം അതേപടി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടത് തമിഴ്നാടിന് ജലം കൊടുക്കുക, വിദ്യുച്ഛക്തിക്ക് വെള്ളം കൊടുക്കുക, അതോടൊപ്പം കേരളം സുരക്ഷിതമാവുക എന്നുള്ള നിലപാടാണ് വേണ്ടത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ചത്താലും വേണ്ടില്ല, 5 ജില്ലകൾ തകർന്നാലും വേണ്ടില്ല, ഏകദേശം 1 കോടിയുള്ള ആളുകൾ ചത്താലും വേണ്ടില്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാം അവർക്ക് അനുകൂലമായി നിലപാടെടുക്കണം. അങ്ങനെ എല്ലാ വർഷവും 100 കോടി കിട്ടുന്നത് മേടിക്കും വേണം. ഇപ്പോൾ തന്നെ ബിനാമി ആയിട്ടോ അല്ലാതെയോ ആയി 10,000-2,000 ഏക്കർ പിണറായി വിജയന് കിട്ടി എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ കൃത്യമായി കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും തടസ്സമുണ്ടാക്കും. ഇപ്പോൾ ഡാം സുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ പണികൾക്ക് വേണ്ടിയിട്ട് ലോറിയിൽ വെള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തിയ ലോറികൾ തടഞ്ഞു വെക്കുകയും തമിഴ്നാട് നിന്ന് ലോറികൾ തടഞ്ഞു വെക്കുകയും അങ്ങനെ അവിടേക്ക് കടത്തിവിടാതെ ഇരിക്കുകയും ചെയ്തു. അവസാനം അവർ ലോറിയും മണലും അവിടെ തള്ളിയിട്ട് അവർ സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പിണറായി വിജയനും അതേപോലെ MK സ്റ്റാലിനും കൂടെ മീറ്റിംഗ് നടത്തി കണ്ടുമുട്ടുന്നത്. തലേ ദിവസം തന്നെ കുമരകത്തെ റിസോർട്ടിൽ 2 പേരും എത്തുകയുണ്ടായി. അവർ 2 പേരും തലേ ദിവസം തന്നെ ചർച്ചകൾ നടന്നു. അതോടുകൂടി ചില തീരുമാനങ്ങൾ നടന്നു. അതോടുകൂടി അവിടെ ഡാമിൽ അവിടെ സുരക്ഷാ സന്നാഹത്തിന് വേണ്ടിയിട്ട് അറ്റകുറ്റപ്പണികൾക്കുള്ള ലോറികളും എല്ലാം അവിടെ എത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിണറായി മുണ്ടൊക്കെ അഴിച്ചു വിട്ട് ഇങ്ങനെ അവസാനം കൂപ്പി നിന്നു MK സ്റ്റാലിന് മുന്നിൽ. തൻ്റെ ഇടപൂർവ്വം നിൽക്കേണ്ട ഒരാളായിരുന്നു പിണറായി വിജയൻ. എന്നാൽ അങ്ങനെയല്ല. അവർ രഹസ്യ സംഭാഷണം കൃത്യമായി ഈ പണം കൃത്യമായി കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള തടസ്സമായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അവസാനം ആ പണം എത്തേണ്ടടുത്ത് എത്തിയപ്പോൾ അപ്പോൾ തന്നെ പിണറായി വിജയൻ അവിടെ മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിക്കുള്ള സാധന സാമഗ്രികൾ എത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അപ്പോൾ തന്നെ ഉത്തരവിട്ട് എല്ലാം ക്ലിയർ ചെയ്തു. ഇതാണ് പിണറായി വിജയൻ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ പമ്പ അച്ഛൻ കോവിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒരു റിവറിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 1500ഓളം ഹെക്ടർ സ്ഥലം വനഭൂമിയിലൂടെ കടന്നു പോകും.
അത് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 154.5 ഏക്കർ സ്ഥലത്തൂടെ വനഭൂമി കൂടെയാണ് പോവുക വെള്ളം, ഇത് പോവുക, അവിടെ അത് കൂടെ നഷ്ടപ്പെട്ടു പോകും കേരളത്തിന്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ നിന്നുണ്ടാകും. മാത്രമല്ല കുട്ടനാടിൽ ഉപ്പുള്ള വെള്ളം കടന്നു കയറും. അങ്ങനെ കുട്ടനാടുള്ള കൃഷിയെല്ലാം നശിക്കും. ഇങ്ങനെയുള്ള ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച നടക്കാൻ വേണ്ടി ശ്രമം നടന്നുണ്ടെങ്കിലും അതൊന്നും ഇത്തവണ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സമ്മതം മൂളുകയുള്ളൂ. കേരളം നശിച്ചാലും നശിച്ചില്ലെങ്കിലും വേണ്ടില്ല, കൂടിയാൽ ഈ ഗവൺമെൻറ്റും കൂടിയേ ഞാനുണ്ടാവൂ, അതോടുകൂടിയിട്ട് കേരളത്തിൽ നിന്ന് സ്ഥലം വിടും കുടുംബസമേതം. എനിക്ക് ജീവിക്കാനുള്ള ഫണ്ടെല്ലാം വിദേശത്ത് കോടിക്കണക്കിന് രൂപ, 25,000 50,000 2 ലക്ഷം ഒക്കെ കോടി രൂപ വിദേശത്ത് എന്നാണ് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുള്ളതെന്നാണ് പുറത്തു വന്നപ്പോൾ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കൊലാലംബറിൽ പോയി ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കച്ചവടത്തിലൂടെ ഏകദേശം 2 ലക്ഷം കോടി രൂപ അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതിന് സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും കുട്ടനാടിൽ വെള്ളം കയറുന്ന ഒരു പരിപാടിയാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലത്താണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. ശരിക്ക് ഒരു കരാറും 99 ലീസ് കരാറും 99 വർഷത്തിലപ്പുറം പാട്ടക്കരാർ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ അച്യുതമേനോൻ അത് 999 വർഷത്തേക്കുള്ള കരാറാക്കി അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അതിനുശേഷം പിണറായി വിജയൻ വന്നാൽ അവിടെയെല്ലാം മറയ്ക്കും എന്ന് തലകുത്തനെയാക്കും. അപ്പോൾ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം പെട്ടും പഴയത് പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് സമരം നടത്തി, ചങ്ങല സമരം. ആ ചങ്ങല സമരം നടത്തിയിട്ടുള്ള പാവപ്പെട്ട CPM അണികളെ അടക്കം പറ്റിച്ചുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം എന്താ പറഞ്ഞത്? മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു പ്രശ്നവുമില്ല, സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത്. 130 വർഷമായി. 109 വർഷമുള്ള ഒരു ഡാമിനെ പറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത പിണറായി വിജയനാണ്. അങ്ങനത്തെ ഒരു കാട്ടുകള്ളനാണ് പിണറായി വിജയൻ. ആ കാട്ടുകള്ളനെ നമ്മൾ തലയിൽ കയറ്റി കൊണ്ടു നടക്കുകയാണ്. ഇദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള പണത്തിന് വേണ്ടിയുള്ള ആർത്തി മൂലം കേരളത്തെ വിറ്റ് പൈസയാക്കുന്ന ഈ മനുഷ്യനെ പറ്റി എന്ത് പറയാനാണ്? എല്ലാ കേസുകളിലും രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ജനങ്ങൾ വിഡ്ഢികളും കഴുതകളുമായിട്ട് വിലപിക്കുന്നു എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.